ഹേ ഗായ്സ്, ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് വെള്ളം മാതിരിയാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാണ്. പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, എനിക്കറിയാവുന്ന രീതിയിൽ വെക്കുകയാണ്. ഞാൻ ആദ്യം ഉള്ളി നന്നായിട്ട് വഴറ്റിയത് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്കും തക്കാളി ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഈ ചിക്കൻ പീസിൽ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അത് ഞാൻ അല്ലാതെ ഗ്രേവി ചെയ്തപ്പോഴും ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല എന്ന് പറയുമ്പോൾ എന്തോ തേങ്ങ വറുത്തരച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ്, എന്തോ മസാലയൊക്കെ മിക്സ് ചെയ്ത്. ഗൈസ്, ഇതിപ്പം മൊത്തത്തിൽ കാണുമ്പോൾ മസാല കുറച്ച് ഓവറായിട്ട് തോന്നും. അപ്പം ഞാൻ കുറച്ച് ഗ്രേവി പോലെ, കുറച്ച് വെള്ളം പോലെ റെഡിയാക്കാനാണ് നോക്കുന്നത്. അല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്താൽ കറക്റ്റായിട്ട് വരും. അപ്പം തിരിച്ചിടുകയാണ്. ഒരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആയി വൺ സൈഡ്. പിന്നെ എന്നോട് എല്ലാവരും ചിക്കൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 3 പീസ് തൈസും 3 പീസ് ലെഗ് പീസും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്തൊരു 5.95 സംതിങ് ആണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് 1 കിലോ സംതിങ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു തൈസും ഒരു ഡ്രം സ്റ്റിക്ക് പീസും എടുത്തിട്ടാണ് കറി വെച്ചേക്കുന്നത്. ഞാനിത് മേടിച്ചത് 3 ഡ്രം സ്റ്റിക്ക് പീസും 3 തൈ പീസുമാണ്. അതിന് റേറ്റ് ഒരു 5.95 വന്നത്. ഒരു 1 കിലോ 8 ഗ്രാം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. കറി ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂട്ടിയാണ് റെഡിയാക്കിയേക്കുന്നത്. ബട്ട് ടേസ്റ്റ് അടിപൊളിയാണ്.